ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് എഡിനോമയോസിസ് എന്ന അവസ്ഥയെക്കുറിച്ചാണ്. എഡിനോമയോസിസ് എന്ന് വെച്ചാൽ എന്താണ്? നമുക്കറിയാം, നമ്മളുടെ യൂട്രസിൽ 3 ലെയറുണ്ട്. എൻഡോമെട്രിയം, മയോമെട്രിയം, പിന്നെ പെരിമെട്രിയം ഉണ്ട്. അപ്പോൾ ഈ എൻഡോമെട്രിയൽ ലൈനിങ് ആണ് യൂഷ്വലി മാസക്കുളിയുടെ സമയത്ത് വെളിയിലോട്ട് സ്ലൗ ചെയ്ത് വരുന്നത്. അപ്പോൾ ഈ എൻഡോമെട്രിയൽ ലൈനിങ് ഈ മയോമെട്രിയത്തിലോട്ട് ഇൻഗ്രോച്ച് ഉള്ളപ്പോൾ എന്ന് വെച്ചാൽ അവിടുത്തെ കോശങ്ങൾ സെൽസ് ഈ മയോമെട്രിയം എന്ന് വെച്ചാൽ മസിൽ സെൽസിനിടയ്ക്ക് വരുമ്പോഴാണ് എഡിനോമയോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എൻഡോമെട്രിയൽ ലൈനിങ് യൂഷ്വലി ഈ ഹോർമോണൽ വ്യതിയാനങ്ങൾക്ക് ബാധകമാവുന്നു. എന്ന് വെച്ചാൽ ഈ ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ഒക്കെ കൂടുമ്പോൾ ഈ എൻഡോമെട്രിയൽ ലൈനിങ് കൂടുതൽ കട്ടിയാവുന്നു. അപ്പോൾ ഈ എൻഡോമെട്രിയൽ ലൈനിങ് മസിലിൻ്റെ അകത്താവുമ്പോഴത്തേക്ക് അവിടെയും ഈ കട്ടി കൂടും. അപ്പോൾ ഈ മസിൽ വോള് കുറച്ചും കൂടെ തിക്കുണ്ടാവും. അപ്പോൾ അതിൽ കാണുന്നത് ഒരു മസിൽ വോളായിരിക്കും. എന്ന് വെച്ചാൽ യൂട്രസിന് ആൻറ്റീരിയറും ഉണ്ട്, പോസ്റ്റീരിയറും ഉണ്ട്, മുൻവശമുണ്ട്, പുറവശമുണ്ട്. അപ്പോൾ യൂഷ്വലി ഇത് പുറവശത്തെ ഭിത്തിയാണ് കുറച്ചും കൂടെ കട്ടി കൂടുതലാവുന്നത്. അപ്പോൾ ഇതിൻ്റെ കാരണം അങ്ങനെ ഇതാണ് കാരണം അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഒരു 33% സ്ത്രീകളിൽ അത് ഏസിംറ്റമാറ്റിക് ആയിരിക്കും. യൂഷ്വലി അതിൻ്റെ ഏജ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ 35 മുതൽ 50 വയസ്സുള്ള സ്ത്രീകളിലാണ് കാണുന്നത് എഡിനോമയോസിസ് കാണുന്നത്. അപ്പോൾ പിന്നെ ഉള്ള സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഡിസ്മെനോറിയ. ഇതെന്ന് പറഞ്ഞാൽ യൂഷ്വലി അത് കൺജസ്റ്റീവ് ഡിസ്മെനോറിയ ആയിരിക്കും കാണുന്നത്. കൺജസ്റ്റീവ് ഡിസ്മെനോറിയ എന്ന് പറഞ്ഞാൽ ഈ മാസമുറ വരുന്ന സമയത്ത് കഠിനമായിട്ടുള്ള വേദന, ചിലപ്പോൾ അത് 1 ദിവസം 2 ദിവസം മുമ്പേ തന്നെ തുടങ്ങും. എന്നിട്ട് മാസക്കുളി ഉള്ള സമയത്ത് എന്ന് വെച്ചാൽ ബ്ലീഡിങ് ഉള്ള സമയം മുഴുവനും ആ വേദന കാണും. ചില പേരിൽ ചിലപ്പോൾ മാസക്കുളി നിന്നാലും നല്ല വേദന കാണാവുന്നതാണ്. അപ്പോൾ ആദ്യമേ മാസക്കുളി വന്ന സമയത്ത് വേദനയൊന്നും ഇല്ലായിരുന്നു. പിന്നെ കുറച്ച് പ്രായം കൂടുമ്പോൾ എന്ന് വെച്ചാൽ 40 വയസ്സൊക്കെ ആവുമ്പോൾ വേദനയൊക്കെ മാസക്കുളിയുടെ സമയത്ത് വേദന വരുവാണെങ്കിൽ എഡിനോമയോസിസ് ഒരു പോസിബിലിറ്റി ആയിട്ട് കരുതേണ്ടതാണ്. പിന്നെ ഉള്ളത് ബ്ലീഡിങ് കൂടുക. അപ്പോൾ ഈ ഡിസ്മെനോറിയയുടെ കൂടെ ബ്ലീഡിങ് കൂടാനും ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ നേരത്തെ ഇപ്പോൾ 5 ദിവസമേ ബ്ലീഡിങ് ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ 8 ദിവസമൊക്കെ ബ്ലീഡിങ് നിൽക്കുന്നു, അല്ലെങ്കിൽ ഈ കട്ടയായിട്ട് പോകുന്നു, ക്ലോട്ട്സ് ആയിട്ട് പോകുന്നു. പിന്നെ നമ്പർ ഓഫ് പാഡ്സ് കൂടുന്നു. എന്ന് വെച്ചാൽ നേരത്തെ 3 പാഡായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോൾ 5 തൊട്ട് 8 പാഡ് വരെ ഉപയോഗിക്കുന്നു. പിന്നെ രാത്രി കാലങ്ങളിൽ പാഡ് മാറ്റേണ്ടി വരുന്നു. ഇതൊക്കെയാണ് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ. പിന്നെ ചില ആൾക്കാരിൽ ചിലപ്പോൾ ഇത് ഇൻഫെർട്ടിലിറ്റി, വന്ധ്യതയായിട്ട് കാണാവുന്നതാണ്. അപ്പോൾ എഡിനോമയോസിസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ ഈ യൂട്രസിൻ്റെ വലിപ്പം കുറച്ച് വലുതാവും. അത് വെച്ചാൽ ഒരു സിമെട്രിക് എൻലാർജ്മെൻ്റ് ആയിരിക്കും. ഒരു 12 തൊട്ട് 14 ആഴ്ച ഗർഭം ഉള്ള യൂട്രസിൻ്റെ സൈസായിരിക്കും. അപ്പോൾ അത് സ്കാനിൽ യൂട്രസിൻ്റെ ഈ വോളിൻ്റെ തിക്കണിങ് ആയിട്ടാണ് കാണുന്നത്. ഒരു വോളായിരിക്കും തിക്കണ്ടായിട്ട് കാണുന്നത്. അപ്പോൾ ഇതിന് ചികിത്സാ രീതികൾ എന്ന് പറഞ്ഞാൽ യൂഷ്വലി സിംറ്റം ബേസ്ഡ് ആയിരിക്കും ചികിത്സാ രീതി. എന്താണ് ബുദ്ധിമുട്ട് അതിനെ ചികിത്സിക്കുക. അപ്പോൾ ഇപ്പോൾ വയറ് വേദനയാണ് കൂടുതലെങ്കിൽ അതിനു വേണ്ടി വേദന സംഹാരി കഴിച്ചു നോക്കാവുന്നതാണ്. അത് ആദ്യമേ NSAIDs അത് കഴിച്ചു നോക്കാം ആഹാരത്തിന് ശേഷം. ഇപ്പോൾ അതിൽ കുറയുന്നില്ലെങ്കിൽ ചിലപ്പോൾ ഹോർമോണൽ ടാബ്ലറ്റ്സ് ഡോക്ടർ തരുന്നതായിരിക്കും. ഇപ്പോൾ ബ്ലീഡിങ് കൂടുതലാണെങ്കിൽ ബ്ലീഡിങ്ങിന് വേണ്ടിയുള്ള ആൻറ്റിഫൈബ്രിനോലൈറ്റിക്സ് അങ്ങനത്തെ ടാബ്ലറ്റ്സ് കഴിക്കാവുന്നതാണ്. അപ്പോൾ അതിൽ കുറയുന്നില്ല, അങ്ങനെയാണെങ്കിൽ വേറെ കോൺട്രാ ഇൻഡിക്കേഷൻ ഇല്ലെങ്കിൽ ഹോർമോണൽ ടാബ്ലറ്റ്സ് കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ പുതിയൊരു രീതിയാണ് ഇൻട്രായൂട്രൈൻ ഡിവൈസ്, എന്ന് വെച്ചാൽ പ്രൊജസ്ട്രോൺ റിലീസിങ് ഇൻട്രായൂട്രൈൻ ഡിവൈസ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ യൂട്രസിൻ്റെ അകത്തോട്ട് ഈ കോപ്പർട്ടി ഇടുന്ന പോലെ യൂട്രസിൻ്റെ അകത്തോട്ട് ഇടുന്നതാണ്. അത് ഹോർമോൺ റിലീസ് ചെയ്യും, എന്ന് വെച്ചാൽ പ്രൊജസ്ട്രോൺ എന്ന ഹോർമോൺ റിലീസ് ചെയ്യും. അത് 5 വർഷം വരെ നമുക്ക് യൂട്രസിൻ്റെ അകത്ത് വയ്ക്കാവുന്നതാണ്.
അപ്പോൾ ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്നും ഓർത്ത് ഗുളിക കഴിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ഹോർമോൺ റിലീസ് ചെയ്യുന്നത് നല്ല ഡോസ് കുറവാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സൈഡ് ഇഫക്റ്റ് കുറയും. പിന്നെ ഇത് 5 വർഷത്തേക്ക് എന്ന് വെച്ചാൽ മാസക്കുളി തന്നെ കുറയുന്നതാണ്. അപ്പോൾ ചിലപ്പോൾ ചിലവർക്ക് ബ്ലീഡിങ് തന്നെ നിൽക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ആദ്യമേ അത് ഇടുമ്പോൾ ഒരു കുറച്ച് പൈസയാവും. അപ്പോൾ പക്ഷേ അത് കഴിഞ്ഞാൽ ഈ നമ്മൾ ഈ പാഡൊക്കെ ഉപയോഗിക്കുന്നതിൻ്റെ വെച്ച് നോക്കുമ്പോൾ അത് വളരെ കുറവാണ്. പിന്നെ ഉള്ളത് ഇതിൻ്റെ ചികിത്സാ രീതി. സർജറി വേണമെന്ന് ചോദിച്ചാൽ എഡിനോമയോസിസിന് വേണ്ടി മാത്രം സർജറി ചെയ്യാറില്ല. പിന്നെ ഇൻഫെർട്ടിലിറ്റി വന്ധ്യതയൊക്കെ ഉണ്ടെങ്കിൽ മാത്രം എഡിനോമയോമെക്ടമി ചെയ്യാറുണ്ട്. പിന്നെ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം എന്ന് വെച്ചാൽ ബ്ലീഡിങ് കുറയുന്നില്ല എന്നിട്ടും ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം യൂട്രസ് മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ ചെയ്യുന്നതാണ്. ഇത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദിയും നമസ്കാരം.